യൂട്യൂബ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാതിരിക്കാനും പറ്റില്ല. സിനിമ ട്രെയിലറാണ്. അതായത് കാത്തിരുന്ന നിമിഷം നമ്മുടെ അടുത്തെത്തി എന്നറിയിക്കുന്ന ഒരു വരവേൽപ്പിൻ്റെ ഒരു ദിവസം. ഇന്ന് മാർച്ച് 20. മലയാള സിനിമയുടെ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറാൻ പോകുന്ന ഈ അസുലഭ നിമിഷം മറ്റൊരു സിനിമയ്ക്കും ഈ ഒരു കാലത്തിനിടയിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നത് ഒരു പരസ്യമായ സത്യമാണെന്ന് വിശ്വസിക്കാതെ വേറെ വഴിയില്ല. ഈ ഒരു സിനിമ ഇന്റർനാഷണലിൽ നിന്നും അപ്പുറത്തേക്ക് കടന്നു കഴിയുന്നു എന്നതാണ്. ക്വാളിറ്റിയാണ്, സിനിമയുടെ ക്വാളിറ്റിയാണ് നമ്മുടെ നിരീക്ഷണം. അപ്പോൾ എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ മുംബൈയിൽ ഐമാക്സ് സ്ക്രീനിൽ റിലീസ് ചെയ്യും എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഓൺലൈൻ റിലീസ് തീയതിയും സമയവുമൊക്കെ പൃഥ്വിരാജ് സുകുമാരൻ നേരത്തെ വെളിപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് തീയതി സമയവും പൃഥ്വിരാജ് സുകുമാരൻ ഒടുവിൽ സ്ഥിരീകരിച്ചു. എമ്പുരാൻ റിലീസ് അടുത്തിരിക്കെ ആരാധക പ്രശംസ നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് ട്രെയിലർ ഉടൻ പുറത്തിറക്കണമെന്നത് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ ട്രെയിലർ ഓൺലൈനിൽ എപ്പോൾ കാണാൻ കഴിയുമെന്നത് അറിയാൻ നമ്മൾ അതിൻ്റെ പേജ് നോക്കിയാൽ മതി. വിക്കിപീഡിയ അല്ലേലും പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ ട്രെയിലർ പുറത്തിറങ്ങി. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വാർത്ത. ഇപ്പോൾ സംഭവം ഇറങ്ങിയിരിക്കുക. ആരാധകരുടെ കാത്തിരിപ്പ് ഒരു വിരാമമിട്ടു. 2025 മാർച്ച് 20, അതായത് ഇന്നലത്തെ പുലർച്ചെ 1:08 എമ്പുരാൻ ട്രെയിലർ ഓൺലൈൻ റിലീസ് ചെയ്യുമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരീകരിച്ച് തീ പിടിച്ചതായി തോന്നുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് പ്രധാന താരം മോഹൻലാൽ പുറത്തു കിടക്കുന്ന ഒരു പോസ്റ്ററും അദ്ദേഹം പങ്കിട്ടു. ഓൺലൈൻ റിലീസിനൊപ്പം മുംബൈയിൽ ഐമാക്സ് സ്ക്രീനിൽ എമ്പുരാൻ ട്രെയിലർ ലോഞ്ച് ചെയ്യുകയും ചെയ്യും. നമ്മൾ ആ ട്രെയിലറാണ് നമ്മുടെ ഇനി അടുത്ത വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിലർ വലിയൊരു ഐമാക്സിലാണ്. ഇപ്പോൾ നമ്മുടെ ഐമാക്സ് എന്ന് പറയുന്ന വലിയൊരു സ്ക്രീനിലൂടെ തന്നെ ആയിരിക്കും നമ്മുടെ മുന്നിൽ എത്താൻ സാധിക്കുക. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനും സംവിധായകനും ട്രെയിലർ 20 മാർച്ചിന് നമ്മുടെ മുന്നിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു വിസ്മയം എന്നല്ലാതെ ഈ ഒരു സന്തോഷം നമുക്ക് നിങ്ങളോട്, പ്രേക്ഷകരോട് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അത്രക്കും എൻജോയബിൾ ആണ് മലയാളികൾ. ഈ ഒരു സിനിമ കാത്തിരിപ്പ്, മറ്റൊരു സിനിമയ്ക്കും ഈ ഒരു രീതിയിൽ കാത്തിരിപ്പ്, അതായത് കാത്തിരിക്കേണ്ട സിനിമയാണ്. ബിഗ് ബജറ്റ് സിനിമ തന്നെയാണ്. മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങാത്ത ലൂസിഫറിന്റെ 2ാം ഭാഗമായി വരുന്ന ഈ ട്രെയിലർ നമ്മൾ കാണുക തന്നെ വേണം. അതായത് ഖുറൈഷി അബ്രഹാമിലേക്കും എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്നും ഒന്നും ആ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മളോട് വിശദീകരിച്ചിരുന്നില്ല. അപ്പോൾ 2ാം ഭാഗം എന്ന ഈ ഒരു സീനിലൂടെയാണ് ഇനിയൊരു 3ാം ഭാഗം കൂടി വരും എന്നൊരു നേരത്തെ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാലേ ഈ സിനിമ അവസാനിക്കൂ എന്നും പറഞ്ഞു. പക്ഷെ കാത്തിരിക്കും മലയാളികൾ. എപ്പോഴും വെയിറ്റ് ചെയ്യാൻ, നല്ലൊരു പടമാവാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ട്രെയിലറിലേക്ക് തന്നെ പോയാലോ? അപ്പോൾ ഇനി നമുക്ക് ട്രെയിലർ കാണാം. മനസ്സമാധാനവും കിട്ടില്ല. അപ്പോൾ എമ്പുരാൻ വന്നു കഴിഞ്ഞു, അത് വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ
കാര്യം. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമക്ക് അത് മറ്റൊരു വഴിത്തിരിവിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഞാനൊക്കെ കുട്ടിക്കാലം മുതലേ മോഹൻലാൽ എന്ന സിനിമ ഭ്രാന്തൻ തന്നെയാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കതറിയാം. മോഹൻലാൽ എന്ന നടൻ ഒരു വിസ്മയം തന്നെയാണ്. മറ്റ് താരങ്ങളെപ്പോലെയല്ല, മറ്റ് താരങ്ങളെക്കാളും ഒരിത്തിരി പ്രിവിലേജ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം സിനിമയിലൂടെ വന്നവനല്ല, സിനിമയിലേക്ക് വന്നവനാണ്. അതായത് സിനിമ നേരിട്ട് ഏറ്റെടുത്ത വ്യക്തിയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന ആ ഒരു സീന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ സിനിമ. അത് കണ്ടാലും മതിയാവാത്ത ഒരു നെഗറ്റീവ് റോളായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഷൈഡിൽ കിടക്കുന്ന ഒരു റോള് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ L2 എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ ചേർത്തുകെട്ടൽ ഇതിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രെയിലർ നമുക്ക് പ്ലേ ചെയ്യാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. വലിയൊരു ഡയലോഗൊക്കെയാണ് ആദ്യമേ ആമുഖമായി. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. ഇന്ദ്രജിത്ത്, കേരളത്തിലെ കപട മതേതരവാദികൾ ധരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. दिखाने के लायक ही नहीं, पर शुरू से वो एक ही नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ഇവരെല്ലാം ജനറലി സ്റ്റീഫൻ കേരളത്തിലെ കുറെ കാര്യങ്ങളും പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. കേരളത്തിലെ കാര്യങ്ങളാണ്. വെള്ളം വിട്ട ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് സ്റ്റീഫൻ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാതെ. Because the enemy of an enemy is a friend. ചെറിയ തിന്മ വലിയ തിന്മ. ഡയറക്ടർ ഓഫ് We have to end this war. So Stephen, വളരെ ഗോവർ save your land. Save. ലുങ്കി അതുകൊണ്ട് എല്ലാം പ്രതീക്ഷിക്കുക. ഒക്കെ നമുക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഈ പാവർ ഗോമി എഴുന്നേറ്റ് നിൽക്കുന്ന ഗ്രിഡാണ് ഒക്കെ ഒരു പഴയ അംബാസഡർകാരൊക്കെ അങ്ങനെ തന്നെ. ഗോകുലും ബാങ്കറും വലിയ തീയാണ് പറയുന്നത്. തിരിച്ചത് ഇത് പാർവതേന്റെ തീ, ഒരു സംശയമില്ല. നമുക്കൊന്നും ഒരു നെഗറ്റീവ് ഒന്നും. സുകുമാരൻ L2 മുരളി ഗോപി തിരക്കഥ, ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ,
ഐമാക്സിലൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ തിയേറ്റർ 27 മാർച്ച് 2025 27 ഇനി നമ്മളത് തിയേറ്ററിലെത്തുന്ന നിമിഷങ്ങളാണ്. തിയേറ്റർ റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം. സിനിമ പ്രമോഷൻ ചെയ്യുക എന്നതാണ് ഇനിയുള്ള കർത്തവ്യം. അപ്പം സിനിമക്ക് നല്ലൊരു ക്വാളിറ്റി എമ്പുരാനുണ്ട്. അപ്പോൾ എമ്പുരാൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതിനേക്കാൾ ഇതിൻ്റെ 180 മിനിറ്റാണ് നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മുംബൈയിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഐമാക്സിലാണ് റിലീസ് ചെയ്തത്. 1:08 PM ഫിലിം റിലീസ് ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി സിനിമ തന്നെയാണ്. സിനിമ 80 മിനിറ്റെങ്കിലും സിനിമയുടെ ട്രെയിലർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വണ്ടർഫുൾ സിനിമ എന്ന് തന്നെ എമ്പുരാൻ 2.20 സെക്കൻഡ് ഒരു സിനിമക്കുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റും. 1.53 മിനിറ്റ് വരെ ഈ ഒരു ട്രെയിലർ ഓടിയിരിക്കുകയാണ്. സിനിമ വണ്ടർഫുൾ മൂവി എന്ന് തന്നെ പറയാം. നിരാശപ്പെടുത്താൻ യാതൊരു ചാൻസും കാണുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സിനിമ മാർച്ച് 27 റംസാൻ മാസത്തിലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കാണണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും, പക്ഷേ സാധിക്കില്ല. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കാണും, നേരത്തെ ചെയ്ത് വെച്ചവരൊക്കെ ഉണ്ടാവും. ബട്ട് നമുക്ക് കണ്ട് അഭിപ്രായം പറയാനേ പറ്റൂ. നേരിട്ടോ അല്ലെങ്കിലും കണ്ടാൽ അഭിപ്രായം പറഞ്ഞിരിക്കും, അത് ഷുവറാണ്. കാരണം ഈ സിനിമ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയുന്നത് ഒരു മലയാളിക്ക് സാധാരണ ഒരു കാര്യമല്ല. ഒരു ബിലീഫ് ഇറ്റ്. നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിലീഫാണ്. അത് കാണുന്നവർക്ക്, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, അത് കാണാത്തവർക്ക് ആ പ്രയാസം മനസ്സിലാവില്ല. അപ്പം നമുക്ക് എൻജോയബിളായിട്ട് ഈ സിനിമ കാണാൻ പറ്റുന്ന എല്ലാം, ഒന്നും കുട്ടികൾക്ക് വഴിതെറ്റുന്ന ഒരു സ്വഭാവം, അതൊന്നും കുട്ടികളോ ആരോ ഇത് സത്യമായൊരു കഥയാണെന്ന്, ഇതൊരു കഥയാണ്, കഥ മാത്രമാക്കുക. അല്ലാതെ സിനിമ കണ്ടുകൊണ്ട് അത് റിയാലിറ്റിയെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. സിനിമ ഒരു കഥ മാത്രം, സ്റ്റോറി. റിയാലിറ്റി ഈസ് ഡിഫറെൻ്റ് ആണ്. അപ്പം മോഹൻലാലിൻ്റെ നടനിൽ നിന്ന് വ്യത്യസ്തനാണ് ഖുറേഷി എബ്രഹാം എന്ന വ്യക്തി. അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വേറൊരു ഹൈപ്പിലേക്കാണ് നമ്മളെ കൊണ്ട് പോയിരിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ട്, ഈ സിനിമയുടെ ട്രയൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക.